അതായത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് കഴിഞ്ഞ ആഴ്ച ഒരു 1.5 ആഴ്ച മുൻപ് പോലും വളരെ സജീവമായി രാഷ്ട്രീയ രംഗത്തുമൊക്കെ സാംസ്കാരിക രംഗത്തുമൊക്കെ സലിംകുമാർ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ്. ഏറ്റവും ഒടുവിൽ നമ്മൾ പൊതുവേദിയിൽ കണ്ടത് മുഖ്യമന്ത്രി VD സതീശന് പറവൂരുകാർ ഒരുക്കിയ സ്വീകരണ ചടങ്ങ്. അതിൽ മോഹൻലാലിനൊപ്പം ശ്രീകുമാരൻ തമ്പിക്കൊപ്പം ഒക്കെ ഇരുന്ന് അവിടെ തമാശകളൊക്കെ പറയുന്ന, പക്ഷെ അന്നും നമ്മൾ കണ്ടിരുന്നു സലിംകുമാറിൻ്റെ ഇതാണ് ഏറ്റവും ഒടുവിൽ പൊതുവേദിയിൽ സലിംകുമാറിനെ കണ്ടത്. നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വേദിയിലാണ്. മുഖ്യമന്ത്രി VD സതീശന് പറവൂരുകാർ നൽകിയ സ്വീകരണ ചടങ്ങ്. അതിൽ തൻ്റെ നിലപാടുകൾ പറഞ്ഞുകൊണ്ടും തമാശകൾ പറഞ്ഞുകൊണ്ടുമൊക്കെ വളരെ സജീവമായി നിൽക്കുന്ന അവിടെ ഇരിക്കുന്ന സലിംകുമാറിനെ കണ്ടു. അപ്പോഴും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ട്. ഇപ്പോൾ അതിലേക്ക് വരാൻ മുമ്പ് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകുന്നു. ഇപ്പോൾ അമൃത ആശുപത്രിയിലേക്ക് സാംസ്കാരിക രാഷ്ട്രീയ സിനിമാ രംഗത്തെ പ്രമുഖരൊക്കെ എത്തുകയാണ്. പ്രതികരണത്തിലേക്ക് മരണം സ്ഥിരീകരിച്ചത്. നാളെ രാവിലെ 8 മണിക്ക് അമൃത ഹോസ്പിറ്റലിൽ നിന്നും പറവൂർ ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകും. പറവൂർ ടൗൺ ഹാളിൽ രാവിലെ 9 മണി മുതൽ 1 മണി വരെയാണ് പൊതുദർശനത്തിന്റെ സമയം നിശ്ചയിച്ചിരിക്കുന്നത്. 1 മണിക്ക് ശേഷം നേരെ വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ 3:30ക്കാണ് കർമ്മങ്ങൾ തുടങ്ങുന്നത്. ഒന്നും പ്രത്യേകിച്ച് പറയാൻ പറ്റുന്നൊരവസ്ഥയല്ല. എല്ലാവരും ഒരേപോലെ സലിമേട്ടൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്നു. നമ്മളെല്ലാവർക്കും ഭയങ്കര ഒരു ഷോക്കായ ഒരു സ്ഥിതിയാണ്. ബിക്കോസ് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു, ഇന്നലെ വരെ മൂപ്പര് എല്ലാവരുടെ അടുത്ത് നിന്ന് സംസാരിച്ചിട്ടുണ്ട്, ഇന്ന് രാവിലെയും. അപ്പോൾ നമ്മളൊരു 7-8 ദിവസങ്ങൾക്ക് മുമ്പാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകിയ പൗരസ്വീകരണത്തിൽ അവസാനമായി സലിമേട്ടനുമായി ഒരു വേദി പങ്കിടാൻ സാധിച്ചു. 11 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ കരൾമാറ്റ ശസ്ത്രക്രിയ നടന്നതിന് ശേഷം അന്നത്തെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുമായി അദ്ദേഹത്തെ കാണുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുമ്പോൾ അതിനെല്ലാം ഹാസ്യാത്മകമായ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു വ്യക്തിത്വം, ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച പ്രതിഭാശാലിയായ ഒരു കലാകാരനെ മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സ്റ്റേജ് ഷോകളിൽ നിന്ന് കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലവും സാമ്പത്തിക പശ്ചാത്തലവും എല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ സ്വന്തം കഴിവുകൊണ്ട് മലയാള സിനിമയെ ദേശീയ ശ്രദ്ധ നേടിയ ഒരു നടനായി അംഗീകരിക്കപ്പെട്ട ശ്രീ സലീമേട്ടൻ ഞങ്ങൾക്കെല്ലാം വ്യക്തിപരമായി ഏറെ സൗഹൃദമുള്ള ഒരാളാണ്. സൗഹൃദം എന്ന് പറഞ്ഞാൽ എത്രയോ വർഷങ്ങളുടെ സൗഹൃദം, രാഷ്ട്രീയപരമായ ഒരുപാട് വേദികളിലെ യോജിപ്പുകൾ, ഒരു ഭയവുമില്ലാതെ തൻ്റെ നിലപാടുകൾ തുറന്നു പറയാൻ തയ്യാറായിട്ടുള്ളൊരു വ്യക്തിത്വം. അദ്ദേഹം ഇന്ന് മലയാളികൾ മലയാള സിനിമ കാണുന്ന, മലയാളത്തെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കും മറക്കാൻ പറ്റാത്ത സലിമേട്ടൻ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല എന്നുള്ളത് ഒരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. മുഴുവൻ മലയാള സിനിമാ ലോകം, പല ആളുകളും ഇന്ന് ഇങ്ങോട്ട് വരാത്തതാണ്. അദ്ദേഹവുമായി ഏറെ സൗഹൃദമുള്ള ആളുകൾ ഈ ആശുപത്രിയിൽ തന്നെ ഉണ്ട്. പക്ഷെ അവർ പ്രതികരിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ ദുഃഖത്തിലുള്ള ആളുകളാണ്. കുടുംബത്തോടൊപ്പം ഞങ്ങൾ പങ്കുചേരുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.